എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ പ്രഥമ സർഗത്തിലെ 19 മുതൽ 24 ശ്ലോകം വരെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. ഈ ശ്ലോകത്തിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ശ്രീരാമനെ പറ്റിയിട്ട് 1-2 വാക്കുകൾ കൊണ്ട് വരികൾ കൊണ്ട് വർണ്ണിച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് ശ്രീരാമന് സംഭവിച്ചത് എന്നുള്ളതാണ് നാരദൻ വാൽമീകിയോട് പറയാൻ പോണത്. നമുക്ക് ആദ്യം 19-ാമത്തെയും 20-ാമത്തെയും ശ്ലോകങ്ങൾ നോക്കാം. ധനദേന സമസ്ത്യാഗേ സത്യേ ധർമ്മൈവാപര തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ജ്യേഷ്ഠം ജ്യേഷ്ഠഗുണൈർയുക്തം പ്രിയം ദശരഥസുതം പ്രകൃതീനാം ഹിതൈർയുക്തം പ്രകൃതിപ്രിയകാമ്യയാ. നമുക്കിതിൻ്റെ പദച്ഛേദമൊക്കെ ഒന്ന് പറയാം. ധനദേന സമ ത്യാഗേ സത്യേ ധർമ്മ ഇവ അപര തം ഏവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ജ്യേഷ്ഠം ജ്യേഷ്ഠഗുണൈഃ യുക്തം പ്രിയം ദശരഥ സുതം പ്രകൃതീനാം ഹിതൈഃ യുക്തം പ്രകൃതിപ്രിയകാമ്യയാ. ഇനി ബാക്കി അടുത്ത ശ്ലോകത്തിൽ നമുക്ക് പറയാം. ഇതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറഞ്ഞിട്ട് പോവാം. ശ്രീരാമനെ പറ്റിയിട്ട് വിഷ്ണുവിനെ പോലെയാണെന്നും ഹിമവാനെ പോലെയാണെന്നൊക്കെ പറഞ്ഞുല്ലോ. അതേപോലെ തന്നെ മറ്റ് 2 ഉപമകൾ കൂടി ഇവിടെ പറയാണ്. 19-ാമത്തെ ശ്ലോകത്തിൽ അതാണുള്ളത്. ശ്രീരാമനെ പറ്റി പറയാണ്, ത്യാഗേ ധനദേന സമ. ത്യാഗേ എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യുക എന്നുള്ളതിന് കൊടുക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. തൻ്റെ കയ്യിലുള്ളത് മുഴുവനും തന്നെ പ്രാർത്ഥിച്ചവർക്ക് അവർക്കായിട്ട് കൊടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദേവനാണത്രേ കുബേരൻ. അപ്പോൾ ധനം ദാനം ചെയ്യുന്നത് കൊണ്ട് ധനദേന ധനം ദാനം ചെയ്യുന്നവനാണ്. തൻ്റെ കയ്യിലുള്ള ധനങ്ങൾ, അത് പൈസ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് ആയാലും നൽകാൻ കുബേരനെ പോലെ അത്രയ്ക്ക് താല്പര്യമുള്ളവനാണ്. അതാണ് ത്യാഗേ. കൊടുക്കുന്നതിൽ, ജനങ്ങൾക്ക് ദാനം നൽകുന്നതിൽ ധനദേന സമ. ധനധനെ പോലെയാണ്, കുബേരന് തുല്യമാണ് ശ്രീരാമൻ. മാത്രമല്ല സത്യേ, സത്യം നടത്തുന്നതിൽ, സത്യം നടപ്പിൽ വരുത്തുന്നതിൽ അല്ലെങ്കിൽ സത്യം പറയുന്നതിൽ, അപര ധർമ്മ ഇവ, മറ്റൊരു ധർമ്മദേവനെ പോലെ, മറ്റൊരു ധർമ്മരാജാവിനെ പോലെ. ധർമ്മരാജാവിനോളം സത്യം മറ്റാർക്കുമില്ല. ലോകത്തിൻ്റെ സത്യം കൊണ്ടു നടക്കുന്നത് ധർമ്മരാജാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം വളരെ സത്യത്തോടു കൂടി മുമ്പാക്കാൻ പോണത്. ഈ ധർമ്മരാജാവിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ജനിച്ചാൽ അവർക്ക് മരണമുണ്ട്. അപ്പം ജനിക്കുന്നതും മരിക്കുന്നതും വിധിയുടെ അല്ലെങ്കിൽ ധർമ്മരാജാവിൻ്റെ കയ്യിലാണ്. അതിനിടയിലുള്ളതായ കർമ്മങ്ങളും ഒക്കെ തന്നെ ധർമ്മദേവൻ്റെ ശക്തി കൊണ്ടാണ് ഇവിടെ നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ധർമ്മദേവനെ പോലെ ഉള്ള ഒരാളാണ് ശ്രീരാമൻ. മാത്രമല്ല അങ്ങനെയൊക്കെയുള്ള ശ്രീരാമൻ എന്താ സംഭവിച്ചത്? തം ഏവം ഗുണസമ്പന്നം, ഇങ്ങനെയൊക്കെ ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ച ഏവം ഗുണസമ്പന്നം തം രാമം, ഇത്രയ്ക്കധികം ഗുണഗണങ്ങളോട് കൂടിയവനായ, പലതരത്തിലുള്ള ഗുണങ്ങളെ പറ്റി പറഞ്ഞുല്ലോ, അത്രയ്ക്ക് ഗുണഗണങ്ങളുള്ളവനായ ഗുണസമ്പന്നം. മാത്രമല്ല സത്യപരാക്രമം, സത്യപരാക്രമൻ, പിഴവില്ലാതെ പരാക്രമത്തോടു കൂടിയവൻ, സത്യത്തിൽ നിഷ്ഠയുള്ളവൻ, സത്യത്തിനു വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള യുദ്ധവും ചെയ്യുന്നവൻ, അതാണ് സത്യപരാക്രമൻ. അങ്ങനെയുള്ള രാമനെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്ലോകം നിർത്തിയിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക്, 20-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ജ്യേഷ്ഠം ജ്യേഷ്ഠഗുണൈർയുക്തം പ്രിയം ദശരഥസുതം. ജ്യേഷ്ഠനാണ്, ഈ പറഞ്ഞ 4 മക്കളിൽ മൂത്തവനായിട്ടുള്ള ജ്യേഷ്ഠഗുണങ്ങളോടുകൂടിയവനായ പ്രിയം സുതം, പ്രിയനായിട്ടുള്ള തൻ്റെ പുത്രനെ ദശരഥൻ എന്താ ചെയ്തത്? ഇതുവരെയുള്ള വാക്കുകളൊക്കെ ദ്വിതീയ വിഭക്തിയിലായിരുന്നു. അതാണ് തം ഏവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ജ്യേഷ്ഠം ജ്യേഷ്ഠഗുണൈഃ യുക്തം പ്രിയം സുതം ദശരഥ. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിട്ടുള്ള ആ ശ്രീരാമനെ ദശരഥൻ പ്രകൃതീനാം ഹിതൈഃ യുക്തം. മാത്രമല്ല പ്രകൃതി എന്നുള്ളത് കൊണ്ട് അവിടുത്തെ രാജ്യത്തിലെ
പലതരത്തിലുള്ള സൈന്യങ്ങൾ, ഭടന്മാർ, അവരെയൊക്കെ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതീനാം ഹിതൈഹി യുക്തം, പ്രകൃതികൾക്ക് വേണ്ടിയിട്ട് അവിടെ മന്ത്രിമാരുണ്ടാവും, ഭടന്മാരുണ്ടാവും, അതുപോലെ തന്നെ ബാല്യക്കാരുണ്ടാവും, ദ്വാരപാലകന്മാർ, അങ്ങനെ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളിൽ ഉള്ളവരുണ്ടാവും, ഏറ്റവും നിസ്സാരക്കാരായിട്ടുള്ളവരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടവനാണ് രാമൻ. അതാണ് പ്രകൃതീനാം ഹിതൈഹി യുക്തം. അവരുടെ ഒക്കെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ ശ്രീരാമനെ പ്രകൃതിപ്രിയകാമ്യയാ. പ്രകൃതിപ്രിയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, പ്രജകൾക്ക് വേണ്ടിയിട്ട്, പ്രകൃതി എന്നുള്ളതിന് പ്രജകൾ എന്നുള്ള അർത്ഥം കൂടി എടുക്കാൻ പറ്റും. പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതിപ്രിയകാമ്യയാ, അതിനു വേണ്ടിയിട്ട് എന്താണ് ദശരഥൻ ചെയ്തത്? അങ്ങനെയൊക്കെ ഇച്ഛയോട് കൂടിയിട്ട് ദശരഥൻ 21ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, യൗവരാജ്യേന സംയോക്തും ഐച്ഛത് പ്രീത്യാ മഹീപതി തസ്യാഭിഷേക സംഭാരാൻ ദൃഷ്ട്വാ ഭാര്യ അഥ കൈകയി. അങ്ങനെ ആ ദശരഥൻ എന്ത് ചെയ്തു? യൗവരാജ്യേന സംയോക്തും ഐച്ഛത് പ്രീത്യ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദശരഥ മഹീപതി, ദശരഥൻ എന്നു പേരുള്ള ആ രാജാവ്, മഹാരാജാവാണ്, അങ്ങനെയുള്ള രാജാവ് തൻ്റെ പുത്രനെ യൗവരാജ്യേന സംയോക്തും, യുവരാജാവായിട്ട് വാഴിക്കുവാൻ, തനിക്ക് ശേഷം ദശരഥൻ വിചാരിച്ചത് തനിക്ക് ശേഷം ശ്രീരാമൻ വരണമെന്നാണ്. അപ്പോൾ യൗവരാജ്യത്തിൽ ചേർക്കുവാൻ, അതായത് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് ആലോചിച്ച് ഉറപ്പിച്ചു. പ്രീത്യ ഐച്ഛത്, വളരെ സന്തോഷത്തോടു കൂടി ആഗ്രഹിച്ചു, തനിക്ക് ശേഷം ഇനി ശ്രീരാമൻ തന്നെയാണ് രാജാവായിട്ടുണ്ടാവേണ്ടത് എന്ന് വളരെ പ്രേമത്തോടു കൂടി സന്തോഷത്തോടു കൂടി തീർച്ചയാക്കി. എന്നിട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് എന്നുകൂടി പറയാണ്. തസ്യ അഭിഷേക സംഭാരാൻ ദൃഷ്ട്വാ, ആ ശ്രീരാമൻ്റെ അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട്, പെട്ടെന്ന് തന്നെ തീർച്ചപ്പെടുത്തി അപ്പം തന്നെ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ദശരഥൻ പുറപ്പെടുന്നതായിട്ട് കണ്ടപ്പോൾ, അതാണ് ദൃഷ്ട്വാ, അതാരാ കണ്ടത്? അഥ ഭാര്യ കൈകേയി അല്ലെങ്കിൽ കൈകയി, ദശരഥൻ്റെ മറ്റൊരു ഭാര്യയായിട്ടുള്ള കൈകയി അഥവാ കൈകേയി. ഇത് എല്ലാത്തിലും കൈകയി എന്നുള്ള പാഠമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൈകേയി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ശ്രീരാമനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദശരഥൻ്റെ മറ്റൊരു ഭാര്യയായിട്ടുള്ള കൈകേയി എന്തു ചെയ്തു? അതാണ് 22ാമത്തെ ശ്ലോകത്തിൽ പറയണത്. പൂർവം ദത്തവരാ ദേവി വരമേന മയാചത വിവാസനം ച രാമസ്യ ഭരതസ്യാഭിഷേചനം. എന്തു ചെയ്യാനാണ് പുറപ്പെട്ടത്? പൂർവം ദത്തവരാ ദേവി വരം ഏനം അയാചത വിവാസനം ച രാമസ്യ ഭരതസ്യ അഭിഷേചനം. എന്താണ് ചെയ്യാൻ പുറപ്പെട്ടത്? കൈകേയി പണ്ട് ചെയ്ത 2 വരങ്ങളെ പറ്റി ഓർത്തു. അതാണ് പൂർവം, പണ്ട്, മുൻപ്, ഒരു കാലത്ത് കൈകേയിക്ക് എന്താണ് ലഭിച്ചത്? ദത്തവര, 2 വരങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ വരങ്ങൾ ലഭിച്ചവളായിട്ടുള്ള ദേവി, ആ കൈകേയി ദേവി ഏനം വരം അയാചത, ഏനം ദശരഥം, ദശരഥനോട് തൻ്റെ ആ 2 വരങ്ങൾ യാചിച്ചു. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ കൈകേയിക്ക് നല്ലവണ്ണം അസൂയയും ദേഷ്യവുമൊക്കെ വന്നു. തനിക്കുണ്ടല്ലോ ഒരു പുത്രൻ, ആ പുത്രനെ അഭിഷേകം ചെയ്യാതെ കൗസല്യയുടെ പുത്രനായിട്ടുള്ള ശ്രീരാമനെ അഭിഷേകം ചെയ്യുന്നതിലുള്ള ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു കുനിഷ്ഠ, അത് കാരണം കൈകേയി പണ്ടത്തെ ചില കഥകൾ ഓർക്കുകയും കൈകേയി വന്നിട്ട് ദശരഥനോട് പണ്ട് തനിക്ക് കിട്ടിയ 2 വരങ്ങൾ, രാക്ഷസന്മാർ അസുരന്മാരുമായിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഥത്തിൻ്റെ ചക്രം തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൈകൊണ്ട് തടഞ്ഞു വച്ചു. ദശരഥനെ അങ്ങനെ രക്ഷിക്കേണ്ടായി കൈകേയി. അപ്പോൾ സന്തോഷം കൊണ്ട് തൻ്റെ ജീവഹാനി ഒന്നും സംഭവിച്ചില്ല, തനിക്ക് ഏറ്റവും സുഖമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റി, രാജ്യമൊക്കെ തിരിച്ചെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ സന്തോഷത്തിൽ എന്ത് വരം വേണമെങ്കിലും വാങ്ങിച്ചോളൂ എന്ന് ദശരഥൻ കൈകേയിയോട് പറയണ്ടായി. പക്ഷെ കൈകേയി ആ സമയത്ത് വരമൊന്നും വാങ്ങിച്ചില്ല. ആ വരങ്ങളെ പറ്റിയിട്ട് 2 വരമാണ് ആവശ്യപ്പെട്ടത്, 2 വരം തരാമെന്നാണ് ദശരഥൻ കൈകേയിയോട് പറഞ്ഞത്. ആ വരങ്ങൾ ഇപ്പോൾ തന്നെ ചോദിച്ചു വാങ്ങാം എന്ന്
കൈകേയി ചിന്തിച്ചുറപ്പിക്കുകയാണ്. അതാണ് ദേവി വരം അയാചത, ഏനം വരം അയാചത. കൈകേയി ദശരഥനോട് വരങ്ങൾ വേണം, താൻ അന്ന് പറഞ്ഞ ആ വരങ്ങൾ ഇപ്പോഴാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെട്ടു. എന്തായിരുന്നു വരങ്ങൾ എന്ന് പറയാണ് 23-ാമത്തെ ശ്ലോകം. സ സത്യവചനാദ് രാജ ധർമ്മപാശേന സംയത വിവാസയാമാസ സുതം രാമം ദശരഥപ്രിയം. എന്തായിരുന്നു ആ 2 വരങ്ങൾ എന്നാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കണം, മറ്റൊന്ന് ഭരതനെ രാജ്യത്തിൽ അഭിഷേകം ചെയ്യണം. വളരെ സത്യസന്ധനായിട്ടുള്ളൊരു രാജാവായിരുന്നു ദശരഥൻ എന്നുള്ളത് കൊണ്ട് കൈകേയിക്ക് അന്ന് പറഞ്ഞ വരം കൊടുക്കാതിരിക്കാനും പറ്റിയില്ല. ശ്രീരാമനും അതുപോലെ തന്നെ സത്യസന്ധനായിരുന്നു എന്നുള്ളത് കൊണ്ട് അച്ഛൻ്റെ വാക്ക്, അമ്മയാണ് പറഞ്ഞതെങ്കിലും അച്ഛൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കാനും സാധിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ മഹാരാജാവായിട്ടുള്ള ദശരഥൻ, രാജ, ആ സത്യസന്ധനായിട്ടുള്ള ആ രാജാവ്, അതാണ് സത്യവചനാദ്. സത്യവചനാദ് എന്ന് പറയുമ്പോൾ സത്യം നടപ്പിൽ വരുത്തണം എന്ന് കരുതിയിട്ട്, സത്യവും ധർമ്മവും ഒക്കെ എന്നും വളരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ തന്നെയായിരുന്നു ദശരഥനും. അതുകൊണ്ട് എന്തു ചെയ്തു? രാജാവായിട്ടുള്ള ആ ദശരഥൻ സത്യവചനം, സത്യം ചെയ്തതുകൊണ്ട്, വരം നൽകാമെന്ന് സത്യം ചെയ്തതുകൊണ്ട് എന്തു ചെയ്തു? ധർമ്മപാശേന ബന്ധിത സംയത, ധർമ്മപാശം കൊണ്ട് കെട്ടിയിട്ടതുപോലെയായി. ഇങ്ങനെ ഒരു സത്യം പാലിക്കുന്നത് കൊണ്ട് കയറ് കെട്ടിയ പോലെയായി. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ധർമ്മ പരിപാലനമായി പോയി ദശരഥൻ്റേത്. അതാണ് ഇവിടെ പറയണത്. സംയത, ധർമ്മപാശേന സംയത, ധർമ്മപാശം കൊണ്ട് കെട്ടിയിട്ട പോലെയായി, അല്ലെങ്കിൽ തൻ്റെ ധർമ്മധാരങ്ങളെ കൊണ്ട് കെട്ടിയിട്ടപ്പെട്ടതുപോലെയായി, ബദ്ധനായി തീർന്നു ആ ദശരഥൻ. എന്നിട്ട് അതാണ് ധർമ്മപാശേന സംയത. എന്നിട്ട് എന്തു ചെയ്തു? ദശരഥ പ്രിയം സുതം രാമം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായ രാമനെ, 4 ആൺമക്കളുണ്ടെങ്കിലും അവരിൽ വച്ചൊക്കെ ശ്രീരാമനോടായിരുന്നു ദശരഥന് പ്രിയം. അതുകൊണ്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ തൻ്റെ പുത്രനെ വിവാസയാമാസ, വിവാസനം ചെയ്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ നിന്ന് മാറ്റി പാർപ്പിച്ചു, രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. ആ അച്ഛനായിട്ടുള്ള ദശരഥൻ്റെ ഒരു വിഷമം, വളരെ കഠിനമാണ് ആ ഒരു പ്രവൃത്തി. എന്നിട്ടും ദശരഥനത് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഒരു കുരുക്കിലെ പെടലിനെ പറ്റിയിട്ടാണ് ധർമ്മപാശേന സംയത എന്നുള്ള വാക്കുകൊണ്ട് വാൽമീകി അഥവാ നാരദൻ ഉദ്ദേശിച്ചത്. ധർമ്മമല്ലേ ചെയ്യണത്? ഭാര്യയ്ക്ക് കൊടുത്ത വരം നടപ്പിൽ വരുത്തണ്ടേ? പക്ഷെ ആ വരം നടപ്പിൽ വരുത്തുന്നതോട് കൂടിയിട്ട് തൻ്റെ ജീവിതം തന്നെയാണ് താൻ ഹോമിക്കുന്നത് എന്ന് ദശരഥന് അറിയാമായിരുന്നെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ധർമ്മമാകുന്ന പാശം കൊണ്ട് സ്വയം കെട്ടിയിട്ടതുപോലെ തൻ്റെ പ്രിയപ്പെട്ട പുത്രനായിട്ടുള്ള രാമനെ വിവാസയാമാസ, അവിടെ നിന്ന് നാട് കടത്തി രാജ്യത്തിൽ നിന്ന് പറഞ്ഞയക്കേണ്ടതായിട്ട് വന്നു ദശരഥന്. എന്നിട്ടോ 24-ാമത്തെ ശ്ലോകത്തിൽ ശ്രീരാമൻ എന്താ ചെയ്തതെന്ന് പറയാണ്. സജഗാമവനം വീര പ്രതിജ്ഞാമനുപാലയൻ പിതുർവചന നിർദ്ദേശാത് കൈകേയ്യാ പ്രിയകാരണാത്. അതിലെ വാക്കുകൾ ഇങ്ങനെയാണ്. സ ജഗാമ വനം വീര പ്രതിജ്ഞാം അനുപാലയൻ പിതു വചന നിർദ്ദേശാത് കൈകേയ്യാ പ്രിയകാരണാത്. എന്നിട്ട് ആ ശ്രീരാമൻ എന്താണ് ചെയ്തത്? ആ ശ്രീരാമന് യാതൊരു സംശയവും ഉണ്ടായില്ല. അതാണ് സജഗാമ, ആ വീരനായിട്ടുള്ള ആ വീരനായിട്ടുള്ള ശ്രീരാമൻ എന്തു ചെയ്തു? പിതുഹു വചന നിർദ്ദേശാത്, പിതാവിൻ്റെ വചനം കേട്ടിട്ടും അച്ഛൻ പറഞ്ഞത് കേൾക്കുക എന്നുള്ളതൊരു പുത്രൻ്റെ കടമയാണ്, പുത്രൻ്റെ ധർമ്മമാണ്. ആ ധർമ്മം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൈകേയ്യാഹ കാരണാത്, തൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് കൈകേയിക്ക് വളരെയധികം സന്തോഷമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൈകേയ്യാഹ കാരണാത് വീരസ രാമ, ആ വീരനായിട്ടുള്ള രാമൻ എന്തു ചെയ്തു? പ്രതിജ്ഞയെ പാലിച്ചുകൊണ്ട്, പ്രതിജ്ഞാം അനുപാലയൻ, പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് വനം ജഗാമ, കാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ 3 കാരണങ്ങൾ, 2 അല്ല 3 കാരണങ്ങൾ പറയുന്നുണ്ട്. വീരനായിട്ടുള്ള ഒരുവൻ തൻ്റെ പ്രതിജ്ഞയെ, വാക്ക് എന്തായാലും പരിപാലിക്കും.
അച്ഛൻ പറഞ്ഞു കാട്ടിലേക്ക് പോവാൻ, ആ വാക്ക് അതുപോലെ തന്നെ പരിപാലിച്ചു. മാത്രമല്ല അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുക എന്നുള്ളത് മക്കളുടെ കർത്തവ്യമാണ് എന്നുള്ളത് കൊണ്ട് പിതു വചനനിർദ്ദേശാത് പ്രതിജ്ഞാമനുപാലയൻ, അച്ഛൻ പറയണത് കേട്ടു, പ്രതിജ്ഞയെ പരിപാലിച്ചു. അച്ഛൻ സത്യത്തിൽ നിന്ന് ഭ്രംശമായില്ല, അച്ഛന് സത്യഭ്രംശം വന്നില്ല എന്നുള്ളതിൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട്. മാത്രമല്ല കൈകേയിക്ക് സന്തോഷമായിക്കോട്ടെ, താൻ രാജ്യത്ത് നിന്ന് മാറി നിൽക്കുക, ഭരതന് രാജ്യാവകാശം കിട്ടുക എന്നുള്ളത് ഭരതന് എത്ര കണ്ട് സന്തോഷം ഉണ്ടാവും എന്നറിയില്ല, കൈകേയിക്ക് സന്തോഷമുണ്ടാവുമെങ്കിൽ അങ്ങനെ സന്തോഷിച്ചോട്ടെ എന്നുകൂടി വിചാരിച്ചിട്ട്, അതായത് രാമൻ അവിടെ ഉള്ളപ്പോൾ ഒരിക്കലും ഭരതന് രാജാവാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാമൻ മാറിയാലേ ഭരതന് രാജാവാകാൻ പറ്റുള്ളൂ, ജനങ്ങൾ എന്നാലേ ഭരതനെ സമ്മതിക്കുന്നേ ഉള്ളൂ. എന്നാലും സമ്മതിക്കോ എന്നുള്ളത് സംശയമാണ്. എന്നാലും എന്തുണ്ടായി, അച്ഛൻ്റെ സത്യം പരിപാലിക്കണമല്ലോ എന്നുള്ള ഒരു ധാർമ്മിക ബോധം രാമൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കൈകേയിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ഭരതനെ അയോധ്യയുടെ രാജാവായിട്ട് വാഴിക്കാനുള്ള ഒരുക്കങ്ങളും കൈകേയി അതിനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ കൈകേയിക്ക് സന്തോഷമുണ്ടാവാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പ്രതിജ്ഞയെ പരിപാലിച്ചുകൊണ്ട് ആ വീരനായിട്ടുള്ള രാമൻ കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് 24 ശ്ലോകങ്ങളുടെ അർത്ഥം, 24ാമത്തെ വരെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു നിർത്തുകയാണ്. നമുക്ക് ആ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ധനദേന സമസ്ത്യാഗേ സത്യേ ധർമ്മ ഇവാപര തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ജ്യേഷ്ഠം ജ്യേഷ്ഠഗുണൈർയുക്തം പ്രിയം ദശരഥസുതം പ്രകൃതീനാം ഹിതൈർയുക്തം പ്രകൃതിപ്രിയകാമ്യയാ യൗവരാജ്യേന സംയോക്തുമൈച്ഛത് പ്രീത്യാ മഹീപതി തസ്യാഭിഷേകസംഭാരാൻ ദൃഷ്ട്വാ ഭാര്യാഥ കൈകയീ പൂർവം ദത്തവരാ ദേവി വരമേന മയാ ച വിവാസനം ച രാമസ്യ ഭരതസ്യാഭിഷേചനം സ സത്യവചനാത് രാജാ ധർമ്മപാശേന സംയത വിവാസയാമാസ സുതം രാമം ദശരഥഃ പ്രിയം സ ജഗാമവനം വീര പ്രതിജ്ഞാമനുപാലയൻ പിതുർവചനനിർദ്ദേശാത് കൈകേയ്യാ പ്രിയകാരണാത്. അങ്ങനെ ശ്രീരാമൻ കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇതൊക്കെ നാരദൻ പറയണതാണ്. ചുരുക്കി ആദ്യം ആ കഥയൊക്കെ ഒന്ന് പറയുന്നുണ്ട് ഇവിടെ. അതാണ് അങ്ങനെയൊക്കെയാണ് ആ കഥകളൊക്കെ, ഈ ചുരുക്കി പറയണതൊക്കെയാണ് വാൽമീകി കേട്ട് പഠിക്കണത്. അതാണ് പിന്നെ വലിയൊരു മഹാകാവ്യമായിട്ട് ആദികാവ്യമായിട്ട് പിറവിയെടുക്കണത്. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.